അസ്സലാമു അലൈക്കും. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പോൾ ഒരു സന്തോഷ വാർത്ത നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വന്നതാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ എനിക്കും കിട്ടിയിട്ട് യൂട്യൂബിൽ നിന്ന് പിൻ ലെറ്റർ. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ചാനൽ മോണിറ്റൈസ് ആയി കഴിഞ്ഞാൽ പിന്നെ ഗൂഗിൾ ആഡ്സെൻസ് അക്കൗണ്ടിൽ നിന്ന് വരുന്നതാണ് കേട്ടോ. ചാനൽ ഡിസംബറിൽ മോണിറ്റൈസ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാലല്ലോ എല്ലാവർക്കും ചാനൽ മോണിറ്റൈസ് ആക്കുന്ന സമയത്ത് നമ്മൾ ഗൂഗിൾ ആഡ്സെൻസ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ മോണിറ്റൈസ് ആയി കഴിഞ്ഞാൽ പിന്നെ ഗൂഗിൾ ആഡ്സെൻസ് അക്കൗണ്ടിൽ $10 ആയാൽ നമ്മളെ മെയിൽ ഐ ഡിക്ക് ഒരു മെയിൽ വരും. ഗൂഗിൾ ആഡ്സെൻസ് എന്നൊരു മെയിൽ വരും നമ്മളോട് അഡ്രസ്സ് വെരിഫൈ ചെയ്യാൻ പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ പോയിട്ട് അഡ്രസ്സ് വെരിഫൈ ചെയ്യുക. അത് സക്സസ് ആയാൽ നമ്മളെ വീട്ടിലേക്ക് ആഡ്സെൻസ് നിന്ന് ഗൂഗിൾ ആഡ്സെൻസ് നിന്ന് ഒരു ലെറ്റർ വരും. അതാണ് കേട്ടോ പിൻ ലെറ്റർ. അതായത് ഇങ്ങനെ ഒരാളുണ്ടോ, ഇങ്ങനെ ഒരു വ്യക്തി ഉണ്ടോ, ഈ അഡ്രസ്സ് കറക്റ്റ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് പിൻ ലെറ്റർ വരുന്നത്. അപ്പോൾ അത് നമ്മൾ ഓപ്പൺ ആക്കിയിട്ട് അതിൽ 6 നമ്പർ ഉണ്ടാവും കേട്ടോ. ഒരു 6 അക്ക ഉണ്ടാവും. അത് നമ്മളെ ഗൂഗിൾ ആഡ്സെൻസ് എടുത്തിട്ട് അതിൽ പിൻ വെരിഫൈ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ പോയിട്ട് നമ്മൾ വെരിഫൈ ചെയ്യട്ടോ. സബ്മിറ്റ് ചെയ്തിട്ട് ആ നമ്പർ നമ്മൾ പിൻ വെരിഫൈ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ പോയിട്ട് എൻ്റർ ചെയ്യുക, എന്നിട്ട് സബ്മിറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാനതൊക്കെ ചെയ്തിട്ടുണ്ട്. അത് സക്സസ് ആയിട്ടുണ്ട്. അത് നിങ്ങൾ മുമ്പിൽ നിന്ന് ഇത് ഓപ്പൺ ആക്കണം എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മളവിടെ നെറ്റ്വർക്ക് സ്ലോ ആണ് കേട്ടോ ചില സമയങ്ങളിൽ. അപ്പോൾ ഹൈ സ്പീഡ് കിട്ടിയ സമയത്ത് ഞാനിത് പെട്ടെന്ന് ഓപ്പൺ ആക്കിയിട്ട് ഇതിലുള്ള നമ്പറൊക്കെ ഗൂഗിൾ ആഡ്സെൻസ് അക്കൗണ്ടിൽ പോയിട്ട് വെരിഫൈ ചെയ്തു കേട്ടോ. അപ്പോൾ അത് സക്സസ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഓപ്പൺ ആക്കാനൊക്കെ നമുക്ക് ഈസിയാണ് കേട്ടോ. അതൊരു 2 ആഴ്ചക്കുള്ളിൽ അഡ്രസ് വെരിഫിക്കേഷൻ കഴിഞ്ഞിട്ട് ഒരു 2 ആഴ്ചക്കുള്ളിൽ തന്നെ ഇത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 2 ആഴ്ചയാണ് അവർ സമയം പറയണത്. അപ്പോൾ അങ്ങനെ അപ്പോൾ ഇത് ഓപ്പൺ ആക്കാനൊക്കെ സുഖമാണ് കേട്ടോ. അങ്ങനെ ഇവിടെ പിന്നെ ഇവിടെ കേട്ടോ 3 ഭാഗത്ത് അത് ഓപ്പൺ ആക്കുക. ഇവിടെ ഓപ്പൺ അല്ല കേട്ടോ. അപ്പോൾ നമുക്കിത് ഒരു ഭാഗത്ത് ഓപ്പൺ ആക്കിയാൽ തന്നെ നമുക്കിത് പിന്നെ പറ്റും. നമുക്കിത് ഇതിലുള്ള പിൻ ലെറ്റർ കാണാൻ പറ്റും. അപ്പോൾ അതാണ്ടോ ഇവിടെ തന്നെ ഓപ്പൺ ആക്കിയാൽ നമുക്ക് പിൻ ലെറ്റർ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ATM കാർഡൊക്കെ കിട്ടണ പോലെ തന്നെ കേട്ടോ. അതിൽ പിൻ ലെറ്ററൊക്കെ ഉണ്ടാവില്ല, അതുപോലെ തന്നെ കേട്ടോ. ഒരു ഭാഗം ഇങ്ങനെ ആയിരിക്കും, ഒരു ഭാഗത്ത് പിൻ ലെറ്ററും അങ്ങനെ കേട്ടോ. അപ്പോൾ അതൊക്കെ സക്സസ് ആയി, മോണിറ്റൈസ് ആയി, പിൻ ലെറ്ററൊക്കെ കിട്ടി. ഇനി അടുത്തൊരു ടാസ്ക് എന്ന് പറയുന്നത് ഇതിൽ നിന്ന് നമ്മൾ ഏൺ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഏൺ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ഒരു ടാസ്ക് തന്നെയാണ് കേട്ടോ. ടാസ്ക് പറഞ്ഞാൽ വലിയ യൂട്യൂബ് ചാനൽ, വലിയ ചാനലൊക്കെ ആണെങ്കിൽ 1 lakh 2 lakh ഒക്കെ വ്യൂസൊക്കെ വരുന്ന ചാനലാണെങ്കിൽ പിന്നെ കുഴപ്പമില്ല കേട്ടോ. അവർക്ക് പെട്ടെന്ന് ഇത് ഏൺ ചെയ്യാൻ പറ്റും. യൂട്യൂബിൽ നിന്ന് ഒരു ഏണിങ്സ് കിട്ടുക എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും ഒരു ആഗ്രഹമാണല്ലോ, ഒരു പ്രാവശ്യമെങ്കിലും അതൊന്ന് വാങ്ങുക എന്നുള്ളത്. അപ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. എന്താ വെച്ചാൽ ഒരുപാട് വ്യൂസൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. പെട്ടെന്ന് നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും. അപ്പം എന്താ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഡെയിലി വീഡിയോ അപ്ലോഡ് ചെയ്യുക കേട്ടോ. അപ്പോൾ എനിക്കാണെങ്കിൽ ഭയങ്കര മടി കേട്ടോ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ. ഒരു ദിവസം ഇട്ടാൽ പിന്നെ 3 ദിവസം 4 ദിവസം ചിലപ്പോൾ ഒരാഴ്ച ഇടൂല, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ നമ്മൾ ഡെയിലി വീഡിയോ അപ്ലോഡ് ചെയ്യണം. അപ്പോഴേ നമുക്ക് വ്യൂസ് ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഹാർഡ് വർക്ക് ചെയ്തെങ്കിലേ നമുക്ക് ഇതിൽ നിന്ന് ഏൺ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഡെയിലി വീഡിയോസൊക്കെ ഇടുന്ന യൂട്യൂബേഴ്സ് ഉണ്ടല്ലേ, അപ്പോൾ അവർക്കൊക്കെ എത്ര ബുദ്ധിമുട്ടുണ്ടല്ലേ, എത്ര ബുദ്ധിമുട്ടിയാണ് അവർ പിന്നെ ഇങ്ങനെ ഡെയിലി വീഡിയോസൊക്കെ ഇടണതില്ലേ. അപ്പോൾ ഞാൻ അങ്ങനെ ചിന്തിക്കാറുണ്ട് കേട്ടോ. അവരൊക്കെ എത്ര ബുദ്ധിമുട്ടിയിട്ടാണ് ഇങ്ങനെ വീഡിയോ ഡെയിലി അപ്ലോഡ് ചെയ്യുക. നമുക്കൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഭയങ്കര മടിയാണ്. അപ്പോൾ അങ്ങനെ അപ്പോൾ പുറത്തുനിന്ന് കാണുന്നവർക്ക് ഇതിൻ്റെ ഒരു ABCD ഒന്നും അറിയില്ല. യൂട്യൂബിൽ നിന്ന് വെറുതെ വീട്ടിലിരുന്ന് ക്യാഷ് വാങ്ങുക ഈസി അല്ലേ, സിമ്പിൾ എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും പറയും. പക്ഷെ നമ്മൾ ഇതിലേക്ക് ഇറങ്ങുമ്പോഴോട്ട് നമുക്കിതിൻ്റെ പിറകിലുള്ള എല്ലാ ബുദ്ധിമുട്ടും അറിയുള്ളൂ. ഒരു വീഡിയോ എടുക്കാനും അത് അപ്ലോഡ് ചെയ്യാനും അത് എഡിറ്റ് ചെയ്യാനും ഒക്കെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തെങ്കിലേ ഏൺ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ വിചാരിക്കും 1000 വ്യൂസ് വന്നാൽ $1 കിട്ടുന്നു. അപ്പോൾ അതൊന്നും കിട്ടൂല കേട്ടോ. 1000 വ്യൂസ് 5 മിനിറ്റിൻ്റെ വീഡിയോ 1000 ആൾക്കാർ സ്കിപ്പ് ചെയ്യാതെ കണ്ടെങ്കിലേ നമുക്ക് $1 കിട്ടുള്ളൂ കേട്ടോ. എനിക്ക് 1000 വ്യൂസ് വന്നിട്ടുള്ളൊരു വീഡിയോക്ക് ഒരു $1.50 കൂടിയും കിട്ടിയിട്ട് ഇല്ല കേട്ടോ. അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ ചില വീഡിയോസിന്. അപ്പോൾ നമ്മളെ വീഡിയോ നിങ്ങൾ ചാനൽ എടുത്തു നോക്കിയാൽ അറിയാം അധികം വ്യൂസൊന്നും ഇല്ല. അപ്പോൾ അധികം വ്യൂസൊന്നും ഇല്ലാത്ത ചാനലാണ് നമ്മളത്. അപ്പോൾ നമുക്ക് ഹാർഡ് വർക്ക് ചെയ്തെങ്കിലേ നമുക്ക് ഇതിൽ നിന്ന് ഏൺ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത്രയൊക്കെ കുറേ പറഞ്ഞത് ഞാൻ പുതിയ യൂട്യൂബേഴ്സിന് വേണ്ടിയിട്ടാണ് കേട്ടോ. പഴയ യൂട്യൂബേഴ്സ് ആണെങ്കിൽ അവർക്ക് ഇതൊക്കെ അറിയും, പുതിയവർക്ക് ഇത്രയൊന്നും അറിയില്ലല്ലോ. അപ്പം അവർക്ക് എന്തെങ്കിലും ഡൗട്ട്സൊക്കെ ഉണ്ടെങ്കിൽ ഈ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്താൽ മതി. എന്നെക്കൊണ്ട് അറിയണ അധികം അറിവൊന്നും ഇല്ല കേട്ടോ, ചെറിയ അറിവുള്ളൂ. അത് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ റെഡിയാണ്.
അപ്പോൾ അങ്ങനെ അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ നമ്മൾ വീഡിയോ ഒക്കെ കാണട്ടോ. സ്കിപ്പ് ചെയ്യാതെ കണ്ടെങ്കിലേ നമുക്ക് ഇതിൽ നിന്ന് വാച്ച് അവറൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും വീഡിയോസൊക്കെ കണ്ടിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാട്ടോ. അപ്പോൾ അത്രയ്ക്കുള്ളൂ ഈ ഒരു സന്തോഷം നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നത്. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം കേട്ടോ. അപ്പോൾ ഓക്കെ, അസ്സലാമു അലൈക്കും.